ഭിന്നത വ്യക്തമാക്കി പി.ജെ. ജോസഫ് 2 സീറ്റെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കും. മത്സരിക്കാൻ തയ്യാറാണ്. രാഹുൽ ഗാന്ധിയെ ഇക്കാര്യം അറിയിച്ചു. നിഷയെ മത്സരിപ്പിക്കുന്ന കാര്യം പാർട്ടി തീരുമാനിച്ചതല്ലെന്നും ജോസഫിന്റെ ഒളിയമ്പ്. സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ഉഭയകക്ഷി ചർച്ച നാളെ കൊച്ചിയിൽ നടക്കാനിരിക്കെയാണ് വിഭാഗീയത വ്യക്തമാക്കി പി.ജെ. ജോസഫ് രംഗത്തെത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിന് 2 സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടാണ് പി.ജെ. ജോസഫ് വ്യക്തമാക്കിയത്. തെരഞ്ഞെടുപ്പിൽ കോട്ടയത്തിന് പുറമെ ചാലക്കുടി സീറ്റാണ് ആവശ്യപ്പെടാൻ ഉദ്ദേശിക്കുന്നത്. ആര് മത്സരിക്കണമെന്ന് പാർട്ടി തീരുമാനിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയ പി.ജെ. ജോസഫ് 2 സീറ്റെന്ന ആവശ്യം രാഹുൽ ഗാന്ധിയെ അറിയിച്ചിട്ടുണ്ടെന്നും വ്യക്തമാക്കി. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു എന്ന് കേരള കോൺഗ്രസ് യോജിച്ച കേരള കോൺഗ്രസ് 2 സീറ്റെങ്കിലും ഉണ്ടായിരുന്നു. പാർട്ടി ഭിന്നിച്ച് 2 വയസ്സായപ്പോൾ 2 മുന്നണിയിൽ ഓരോ സീറ്റ് യോജിച്ച പശ്ചാത്തലത്തിൽ ഐക്യജനാധിപത്യം കൊണ്ട് 2 സീറ്റ് കിട്ടേണ്ടതെന്നാണ്. കോട്ടയത്തിന് പുറമെ ഇടുക്കിയോ പഴയ മുഹമ്മദ്പുരത്തിന്റെ ഭാഗമായ ചാലക്കുടിയോ വേണമെന്നാണ് ഞാൻ ഉന്നയിച്ചിരിക്കുന്നത്. മത്സരിക്കാനുള്ള ആഗ്രഹവും പി.ജെ. ജോസഫ് വെളിപ്പെടുത്തി. ലോക്സഭയിലേക്ക് പോയാൽ കൊള്ളാമെന്നും മത്സരിക്കാൻ ആഗ്രഹമുണ്ടെന്നുമായിരുന്നു ജോസഫിന്റെ പ്രതികരണം. അതേസമയം കോട്ടയത്ത് നിഷ ജോസ് കെ മാണിയെ മത്സരിപ്പിക്കുന്ന കാര്യം പാർട്ടി തീരുമാനിച്ചിട്ടില്ലെന്നും പി.ജെ. ജോസഫ് കൂട്ടിച്ചേർത്തു. ഇതിന് പിന്നാലെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാനില്ലെന്ന് നിഷ ജോസ് കെ മാണിയും പറഞ്ഞു. ഇല്ല, ഒരിക്കലും ഇല്ല. അത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നില്ല എന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞ് നമ്മൾ അതൊക്കെ പറഞ്ഞ് ഗുഡ് ബൈ ഒക്കെ പറഞ്ഞു പോയതാണല്ലോ. പിന്നെ വീണ്ടും ഇങ്ങനെ ഒരു ചോദ്യം, എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ന്യൂസ് വരുന്നത്. തനിക്ക് പാർട്ടിയിൽ അംഗത്വം പോലുമില്ലെന്നും എന്നാൽ കേരള കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്നുമാണ് നിഷയുടെ നിലപാട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മാണിയെയും ജോസഫിനെയും പരസ്പരം പിളർത്താൻ ശ്രമിക്കുന്നത് കോൺഗ്രസ് ആണെന്ന് കോടിയേരി. ചെന്നിത്തല ജോസഫിനെ പിന്തുണയ്ക്കുന്നത് മാണിയെ തളർത്താനെന്നും കോടിയേരി. കേരള കോൺഗ്രസിനെ 2ആക്കാൻ രമേശ് ചെന്നിത്തല തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി പി.ജെ. ജോസഫിന് എല്ലാ പിന്തുണയും രമേശ് ചെന്നിത്തല വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കേരള കോൺഗ്രസ് പിളരുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ആണ് കേരള കോൺഗ്രസിനെ പിളർക്കുന്നത്. അല്ലെങ്കിൽ ഒരു മുന്നണിയിലൊരു കക്ഷി പിളരുമോ? അപ്പോൾ നിങ്ങൾ പിളർന്നാലും നിങ്ങൾക്ക് സംരക്ഷണം ചെയ്യാം എന്ന് പറഞ്ഞ് കെ.എം. മാണിയുടെ ദുർബലപ്പെടുത്തുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ അജണ്ട. അത് കെ.എം. മാണിയുടെ പാർട്ടിയെ ഒതുക്കാൻ കുറേ കാലമായിട്ട് കോൺഗ്രസിൽ ഒരു വിഭാഗം ശ്രമിക്കുന്നുണ്ട്. അവരുടെ ഒത്താശയോട് കൂടിയിട്ടാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് നടക്കുന്ന വിവാദം. ബാഹ്യശക്തികൾ ആണ് ഇപ്പോൾ കേരള കോൺഗ്രസിൽ ഇടപെട്ട് ഇപ്പോൾ കലാപം ഉണ്ടാക്കുന്നത്. സിപിഐഎം നേതാവും സാംസ്കാരിക പ്രവർത്തകനുമായ ഡോക്ടർ വി.പി. മുസ്തഫയെ അന്താരാഷ്ട്ര ഭീകര സംഘടനയായ ജയ്ഷെ മുഹമ്മദിന്റെ അനുയായിയോട് ഉപമിച്ച് കാർട്ടൂൺ പ്രസിദ്ധീകരിച്ച മാതൃഭൂമി ദിനപത്രത്തിന്റെ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധം. രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ ഇങ്ങനെയൊരു കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചതിനെ അപലപിച്ചു. മാതൃഭൂമി തെറ്റുതിരുത്തി ഖേദം പ്രകടിപ്പിക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. മാതൃഭൂമി ദിനപത്രം വാരാന്ത പതിപ്പിൽ ഇന്നലെ പ്രസിദ്ധീകരിച്ച സൺഡേ സ്ട്രോക്സ് കാർട്ടൂൺ പങ്ക്തിയിലാണ് സാംസ്കാരിക പ്രഭാഷകനും കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗവുമായ ഡോക്ടർ വി.പി. മുസ്തഫയെ ജയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയുടെ പ്രവർത്തകനോട് ഉപമിച്ച് കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചത്. മതനിരപേക്ഷവാദിയും തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനുമായ ഒരാളെ അന്താരാഷ്ട്ര ഭീകര പ്രസ്ഥാനമായ ജയ്ഷെ മുഹമ്മദിന്റെ പ്രവർത്തകനോട് ഉപമിച്ചത് അപലപനീയമാണെന്ന് രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചൂണ്ടിക്കാട്ടി. കമ്മ്യൂണിസ്റ്റുകാരനായ ഡോക്ടർ വി.പി. മുസ്തഫയെ വംശീയ അധിക്ഷേപം നടത്തുകയാണ് മാതൃഭൂമി ചെയ്തതെന്നും തെറ്റുതിരുത്തി ഖേദം പ്രകടിപ്പിക്കാൻ പത്രം തയ്യാറാകണമെന്നും സിപിഐഎം കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം.വി. ബാലകൃഷ്ണൻ മാസ്റ്റർ ആവശ്യപ്പെട്ടു. മുഹമ്മദുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് ജയ്ഷെ എന്നുള്ള ആ പദം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ സഖാവിനെ അങ്ങേയറ്റം അധിക്ഷേപിച്ചത് വളരെ വളരെ ക്രൂരമായി പോയി. അതൊരിക്കലും അംഗീകരിക്കാൻ വേണ്ടി കഴിയാത്തതാണ്. കെ.പി. കേശവമേനോനെ പോലുള്ള ഒരാൾ നേതൃത്വം നൽകിയ ദേശീയ പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യമുള്ള മാതൃഭൂമി ദിനപത്രം ഇങ്ങനെയൊരു നടപടി സ്വീകരിച്ചത് നിർഭാഗ്യകരമാണെന്ന് പ്രശസ്ത കവി ഏഴാച്ചേരി രാമചന്ദ്രൻ പറഞ്ഞു. മാതൃഭൂമി പോലെയുള്ള ഒരു ദിനപത്രത്തിന്റെ ഭൂതകാല സാംസ്കാരിക പാരമ്പര്യവും അടിത്തറയും വെച്ചു നോക്കുമ്പോൾ ഇത് ഒരു തരത്തിലും ശുഭകരമായ ഒന്നിൻ്റെ തുടക്കമാണ് എന്ന് ഞങ്ങളിൽ ചില ആളുകൾ കരുതുന്നില്ല. ദയവായി അത് തിരുത്തുന്നതിനുള്ള സാംസ്കാരികമായ ബുദ്ധിയും അതുപോലെ വിവേകവും നിങ്ങൾക്കുണ്ടാകണമേ
എന്നാണ് വിനീതമായ പ്രാർത്ഥന. ഡോക്ടർ VPP മുസ്തഫയെ പോലെയുള്ള ഒരു പൊതുപ്രവർത്തകനെ ഈ നിലയിൽ അപമാനിക്കാൻ ശ്രമിച്ചത് നിന്ദ്യമായ നടപടിയാണെന്ന് പ്രശസ്ത എഴുത്തുകാരൻ PVK പനയാൽ പറഞ്ഞു. സാഹിത്യ അക്കാദമിയുടെ ചരിത്രത്തിൽ തന്നെ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് UDF ഗുണ്ടകൾ ഇന്ന് തൃശ്ശൂരിൽ കാണിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും മാതൃഭൂമിയിൽ വന്ന ഈ കാർട്ടൂൺ, ഈ വര വാസ്തവത്തിൽ ജനങ്ങളെ കബളിപ്പിക്കുന്ന, ജനങ്ങളെ തെറ്റിദ്ധാരണയിലേക്ക് നീക്കുന്ന ഒന്നാണ് എന്ന് വളരെ ഉറപ്പിച്ച് പറയാൻ കഴിയും. മാതൃഭൂമിയുടെ ഈ നടപടിക്കെതിരെ കേരളമാകെ പ്രതിഷേധം അലയടിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പെരിയ കല്യാട്ട് കോൺഗ്രസ് ഭീകരത തുടരുന്നു. CPIM പ്രവർത്തകരുടെ കുടുംബങ്ങൾക്ക് വീടുകളിലേക്ക് മടങ്ങാനാകുന്നില്ല. 15ഓളം വീടുകൾ പൂർണ്ണമായും തകർത്തു. പെരിയ കൊലപാതകത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് നടത്തിയ യൂത്ത് കോൺഗ്രസ് മാർച്ച് പോലീസ് തടയുന്നു. ഡീൻ കുര്യാക്കോസാണ് ഉദ്ഘാടകൻ. വിവരങ്ങളുമായി സണ്ണി ചേരുകയാണ്. സണ്ണി, എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ? ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? കല്യോട്ട് ഗ്രാമത്തിൽ കഴിഞ്ഞ ദിവസം 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലപ്പെട്ട കല്യോട്ട് ഗ്രാമത്തിൽ CPM പ്രവർത്തകർക്ക് തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങാൻ വേണ്ടി സാധിക്കാത്തതുണ്ട്. വീടുകൾ പൂർണ്ണമായും തകർത്തിരുന്നു. ആ വീടുകളിലേക്ക് കുടുംബത്തിന് വരാൻ കഴിയില്ല. അതുപോലെ 1-ാം പ്രതി പീതാംബരന്റെ ബന്ധുക്കളും ഈ നിലയിൽ സഹോദരൻ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾക്കും സ്വന്തം വീടുകളിലേക്ക് മടങ്ങാൻ വേണ്ടി സാധിക്കുന്നില്ല. വ്യാപകമായി ആക്രമണമാണ് ഈ പ്രദേശങ്ങളിൽ നടന്നിരുന്നത്. പല വീടുകളും തീയിട്ടു, വീട്ടുപകരണങ്ങൾ നശിപ്പിച്ചു. ഈ നിലയിൽ സാഹചര്യം ഇപ്പോഴും കോൺഗ്രസ് പ്രവർത്തകർ കൊലവിളി നടത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ CPM പ്രവർത്തകർക്ക് അനുഭവങ്ങൾക്കും തങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇതിന് അറുതി വരുത്തണമെന്നാണ് CPMന്റെ ആവശ്യം. സ്ഥലത്ത് പോലീസ് സംരക്ഷണം ഉണ്ടെങ്കിൽ പോലും അക്രമികളെ ഭയന്ന് ജനങ്ങൾക്ക് അങ്ങോട്ട് വരാൻ വേണ്ടി സാധിക്കുന്നില്ല. മറ്റ് ജനവിഭാഗങ്ങളിൽപ്പെട്ടവർക്കും ഇതേ അവസ്ഥ തന്നെയാണുള്ളത്. പൊതുവെ കല്യോട്ട് ഗ്രാമം ഒരു വല്ലാത്ത കോൺഗ്രസ് ഭീകരതയുടെ അന്തരീക്ഷം നിലനിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കാസർഗോഡ് പോലീസ് SP ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് അക്രമാസക്തമായെങ്കിലും പോലീസിന്റെ സമീപനം കാരണം മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ജനവീരങ്കി ഉപയോഗിച്ച് പ്രവർത്തകരെ തിരിച്ചുവിടുകയായിരുന്നു. പോലീസിന് നേരെ കല്ലേറുണ്ടായെങ്കിലും പോലീസ് മറ്റ് നടപടികളൊന്നും സ്വീകരിച്ചില്ല. പിന്നീട് പ്രവർത്തകർ പിരിഞ്ഞുപോയി. ശരി, വിവരങ്ങളാണ് സണ്ണി നൽകിയത്. കണിച്ചുകുളങ്ങര പിൽഗ്രിം ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്റർ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രത്തിലെ നിലനിന്നിരുന്ന അനാചാരങ്ങൾ നീക്കിയതുകൊണ്ട് ക്ഷേത്ര ചൈതന്യത്തിന് യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ലെന്ന് വെള്ളാപ്പള്ളിയുടെ പുരോഗമനപരമായ നിലപാട് സ്വാഗതാർഹമെന്ന് മുഖ്യമന്ത്രി. കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിന് അനുവദിച്ച പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടന വേളയിലാണ് ക്ഷേത്രം പ്രസിഡന്റും SNDP ജനറൽ സെക്രട്ടറിയും കൂടിയായ വെള്ളാപ്പള്ളി നടേശൻ ആചാരങ്ങൾ കാലാനുസൃതമായി മാറ്റം വരുത്തേണ്ടതാണെന്ന് തെളിവ് സഹിതം വിശദീകരിച്ചത്. കോഴിവിട്ടുണ്ടായിരുന്നു, ആടുവിട്ടുണ്ടായിരുന്നു, ഇതെല്ലാം അനാചാരമാണ് എന്ന് കണ്ടുകൊണ്ട് അതെല്ലാം മാറ്റി. ദേവിക്ക് ഒരു കുഴപ്പവും പറ്റിയില്ല, ഞങ്ങൾക്കൊരു വിരോധവും വന്നില്ല. പടയണി മാറ്റി ആറാട്ട്, ആനപ്പുറത്ത് കാട്ടിക്കിടക്കുന്ന ആനയെ കൊണ്ട് മനുഷ്യരുടെ ഇത് കൊണ്ടുവന്നിട്ട് പലയിടത്തും പല അപകടങ്ങളും സംഭവിക്കുന്നത് മനസ്സിലാക്കി ആറാട്ടിന് ആന വേണ്ട എന്ന് തീരുമാനിച്ച് അതിനു പകരം ആറാട്ടിന് വേണ്ടി ജീവിത തയ്യാറാക്കി മനോഹരവും സുന്ദരവുമായി ഞങ്ങൾ ഉത്സവം നടത്തുന്നു. ഒരു ദേവീ കോപം ഉണ്ടായില്ല. 82 വയസ്സുകാരനായ ഞാൻ ഇന്നും ചക്കക്കുരു പോലെ ഇപ്പോഴും നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത് ദേവിയുടെ കാരുണ്യം കൊണ്ടാണ്. അതിനുശേഷം മുഖ്യമന്ത്രിയും വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകളെ സ്വാഗതം ചെയ്തു. ആചാരമൊന്നും മാറാൻ പാടില്ല എന്ന് പറയുന്ന ഒരു കാലമാണ്. അപ്പൊ അദ്ദേഹം തന്നെ പറയുകയുണ്ടായി, ഇവിടെ കോഴിവെട്ടുണ്ടായിരുന്നു, അത് വേണ്ടാന്ന് വെച്ചു. മൃഗത്തെ ബലി കൊടുക്കുന്ന പരിപാടിയായിരുന്നു, അത് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ആചാരങ്ങളെല്ലാം മാറിയതുകൊണ്ട് ദേവിയുടെ ശക്തി കുറയുകയല്ല ചെയ്തത്. സുധാകരനെ പോലത്തെ ഒരാള് അസുഖമായിട്ട് കിടക്കുമ്പോൾ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരാനടക്കമുള്ള ശക്തിയിലേക്ക് ദേവി ശക്തിപ്പെട്ടുവെന്നാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത്. അപ്പോൾ ആചാരം ഓരോ കാലത്തും ലംഘിക്കപ്പെട്ടിട്ടുണ്ട്, മാറി വന്നിട്ടുണ്ട്, കാലാനുസൃതമാക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയാതെ പറഞ്ഞു വെച്ചത്. രാവിലെ 8:30 കണിച്ചുകുളങ്ങരയിലെ വെള്ളാപ്പള്ളിയുടെ വസതിയിൽ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും എത്തിയത്. വെള്ളാപ്പള്ളിയുടെ കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉദ്ഘാടന ചടങ്ങിനായി ക്ഷേത്രത്തിലേക്ക് പോയത്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. സീതാറാം യെച്ചൂരി മാധ്യമങ്ങളെ കാണുന്നു, അതിലേക്ക്.
ക്ഷമിക്കണം, അതിലേക്ക് ഉടൻ തന്നെ മടങ്ങിയെത്താം. മറ്റൊരു വാർത്തയിലേക്ക്. രാജ്യത്തെ 5 വിമാനത്താവളങ്ങൾ ഒറ്റയടിക്ക് അദാനി ഗ്രൂപ്പിന് തീരെഴുതാൻ കളമൊരുങ്ങുന്നു. തിരുവനന്തപുരം അടക്കമുള്ള രാജ്യത്തെ തന്ത്രപ്രധാനമായ 5 വിമാനത്താവളങ്ങളുടെ ലേല നടപടിയിൽ അദാനി ഗ്രൂപ്പിന് മുൻതൂക്കം. കേരള സർക്കാരിന്റെ കമ്പനിയേക്കാൾ 33 കോടി രൂപ അധികമായി ക്വാഡ് ചെയ്ത് അദാനി തിരുവനന്തപുരം വിമാനത്താവളം സ്വന്തമാക്കി. വ്യോമയാന മേഖലയിൽ യാതൊരു മുൻപരിചയവുമില്ലാത്ത അദാനി ഗ്രൂപ്പിന് കേന്ദ്ര സർക്കാർ ഇളവുകൾ നൽകിയപ്പോൾ കേരള സർക്കാരിന്റെ പരിചയസമ്പന്നമായ കമ്പനിക്ക് മതിയായ ഇളവുകൾ നൽകാത്തതാണ് അദാനി വിജയിക്കാൻ കാരണം. 30,000 കോടി വിലമതിക്കുന്ന തിരുവനന്തപുരം വിമാനത്താവളം 50 വർഷത്തേക്കാണ് അദാനിക്ക് ലഭിക്കുക. ജീവൻ ചേരുകയാണ് വിവരങ്ങളുമായി. ജീവൻ, എന്താണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ? അദാനി ഗ്രൂപ്പിന് ഇത്തരത്തിൽ വിമാനത്താവളത്തിന്റെ ഉടമസ്ഥാവകാശത്തിന്റെ കാര്യത്തിൽ ഒരു ലഭിച്ചപ്പോൾ എങ്ങനെയാണ് അവർക്ക് ഇത് ലഭ്യമായത്? എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? പ്രിയ, തിരുവനന്തപുരം അടക്കമുള്ള 5 വിമാനത്താവളങ്ങളുടെ നടത്തിപ്പ് അദാനി ഗ്രൂപ്പിന് തീരെഴുതാനുള്ള കേന്ദ്ര സർക്കാരിന്റെ രഹസ്യ നീക്കം വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായി വരും. ഇന്ന് ദില്ലിയിൽ നടന്ന ഫിനാൻഷ്യൽ ബിഡിൽ അദാനി ഗ്രൂപ്പ് ഉയർന്ന തുക കോട്ട് ചെയ്തതോടെയാണ് നടത്തിപ്പ് അവർക്ക് ലഭിക്കുമെന്ന് ഇതിനോടകം ഉറപ്പായത്. തിരുവനന്തപുരം വിമാനത്താവളത്തിന് വേണ്ടിയുള്ള ക്ലോസ്ഡ് ടെൻഡറിൽ 168 കോടി രൂപ അദാനി കോട്ട് ചെയ്തപ്പോൾ കേരള സർക്കാരിന്റെ KSIDCക്ക് വേണ്ടി ടിയാൽ 135 കോടി രൂപ കോട്ട് ചെയ്തു. ടിയാൽ എന്ന ഒരു കമ്പനി പുതിയതായി കേരള സർക്കാർ രൂപീകരിച്ചതാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിന് വേണ്ടി മാത്രമായി. മൂന്നാം സ്ഥാനത്തുള്ള GMR ഗ്രൂപ്പ് 63 കോടി രൂപയാണ് കോട്ട് ചെയ്തത്. ഇതടക്കം 5 വിമാനത്താവളങ്ങളിലും അദാനി ഗ്രൂപ്പ് 1ാം സ്ഥാനത്തെത്തി എന്നതാണ് കൗതുകകരം. അഹമ്മദാബാദ് വിമാനത്താവളത്തിന് വേണ്ടി 177 കോടിയും ജയ്പൂരിന് വേണ്ടി 174 കോടിയും ലക്നൌ വിമാനത്താവളത്തിന് വേണ്ടി 171 കോടിയും മംഗലാപുരത്തിന് വേണ്ടി 115 കോടി രൂപയുമാണ് അദാനി ഫിനാൻഷ്യൽ ബിഡിൽ കോട്ട് ചെയ്തത്. ഗുവാഹട്ടി എയർപോർട്ടിന്റെ ലേല നടപടികൾ കോടതി തടഞ്ഞിരിക്കുന്നതിനാൽ പിന്നീടാവും ഫിനാൻഷ്യൽ ബിഡ് നടക്കുക. 28-നാണ് ഇന്ന് നടന്ന ഫിനാൻഷ്യൽ ബിഡ് തുറക്കുന്നത്. ഉയർന്ന തുക കോട്ട് ചെയ്തതിനാൽ അദാനിക്ക് തന്നെ 5 വിമാനത്താവളങ്ങളും ലഭിക്കാനാണ് സാധ്യത. മോദി സർക്കാരിന്റെ കള്ളക്കളിയാണ് അദാനി ഫിനാൻഷ്യൽ ബിഡിൽ യോഗ്യത നേടുന്നതിനുള്ള പ്രഥമ കാരണങ്ങളിൽ നിന്ന്. 50 വർഷത്തേക്കാണ് അദാനിക്ക് വിമാനത്താവളം ലഭിക്കുന്നത്. വിമാനത്താവള നടത്തിപ്പിൽ മുൻപരിചയമുള്ള കമ്പനികൾ മാത്രമേ ടെക്നിക്കൽ ബിഡിൽ പങ്കെടുപ്പിക്കാവൂ എന്ന വ്യവസ്ഥ കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയതാണ് അദാനിക്ക് ഒറ്റയടിക്ക് ഇത്രയും വിമാനത്താവളങ്ങൾ ലഭിക്കാനുള്ള കാരണം. കേരള സർക്കാരിന്റെ കമ്പനിയായ ടിയാലിന് യോഗ്യത നേടാതിരിക്കാൻ റൈറ്റ് ഓഫ് ഫസ്റ്റ് റെഫ്യൂസൽ എന്ന വ്യവസ്ഥ 10% നിജപ്പെടുത്തിയിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ 135 കോടി രൂപ ടിയാൽ കോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും വേണമെങ്കിൽ ബിഡിന് ശേഷവും വേണമെങ്കിൽ 10% തുക കൂടി അധികമായി ബിഡിൽ നൽകാനാവും. അതുപ്രകാരം ഇനി ഒരു 135-ന്റെ ഒരു 10% കൂടെ കൂട്ടിയാൽ പോലും അദാനി ഗ്രൂപ്പിന്റെ 168 കോടിയെ മറികടക്കാനാവില്ല. അതുകൊണ്ട് തന്നെ ഈ വിമാനത്താവള ലേല നടപടികൾ അദാനി ഗ്രൂപ്പിന് അവാർഡ് ചെയ്യപ്പെടാനാണ് സാധ്യത. മറ്റൊന്ന്, മംഗലാപുരം വിമാനത്താവളത്തിന് വേണ്ടി രംഗത്തുണ്ടായിരുന്ന കൊച്ചി വിമാനത്താവള കമ്പനിയും ബിഡിൽ വെട്ടിനിരത്തപ്പെട്ടു. KSIDCക്ക് വേണ്ടി MD ശർമ്മള മേരി ജോസഫാണ് ദില്ലിയിൽ ടെൻഡർ നടപടികളിൽ പങ്കെടുത്തത്. അദാനി ഗ്രൂപ്പിന്റെ ഏവിയേഷൻ രംഗത്തെ പ്രഥമ സംരംഭത്തിന് 30,000 കോടി രൂപ വിലമതിക്കുന്ന വിമാനത്താവളം തിരുവനന്തപുരം വിമാനത്താവളം ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 178 കോടി രൂപയാണ് കഴിഞ്ഞ വർഷത്തെ തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ സഞ്ചിത ലാഭം. നരേന്ദ്രമോദിയുടെ പ്രിയപ്പെട്ട തോഴനാണ് അദാനി ഗ്രൂപ്പ് തലവൻ ഗൗതം അദാനി. 2004-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദാനി ഗ്രൂപ്പിന്റെ സ്വകാര്യ ചാർട്ടേഡ് വിമാനത്തിലാണ് മോദി രാജ്യമെമ്പാടുമായി പ്രചരണം നടത്തിയിരുന്നത് എന്നതാണ് മറ്റൊരു കൗതുകരം. ഇതേ ഗ്രൂപ്പിന് ഒറ്റയടിക്ക് 5 വിമാനത്താവളങ്ങൾ ലഭിക്കുന്നു എന്നത് തീർച്ചയായും വളരെ ദുരൂഹത ഉണർത്തുന്ന ഒരു കാര്യമാണ്. വിമാനത്താവളം സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെ സംസ്ഥാന സർക്കാർ എതിർപ്പ് ഉയർത്തിയിരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് ഇടതുമുന്നണി കരിദിനം ആചരിക്കുകയാണ്. തിരുവനന്തപുരം വിമാനത്താവളം സ്വകാര്യവൽക്കരിക്കുന്നതോടെ ഇതൊരു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമായി ഇത് മാറുകയാണ്. പ്രിയ, രാജ്യത്തെ 5 വിമാനത്താവളങ്ങൾ ഒറ്റയടിക്ക് അദാനി ഗ്രൂപ്പിന് തീരെഴുതാൻ കളമൊരുങ്ങുകയാണ്. തിരുവനന്തപുരം അടക്കമുള്ള രാജ്യത്തെ തന്ത്രപ്രധാനമായ 5 വിമാനത്താവളങ്ങളുടെ ലേല നടപടിയിൽ അദാനി ഗ്രൂപ്പിന് മുൻതൂക്കം. വിശദാംശങ്ങളാണ് ജീവൻ നൽകിയത്. ഇടവേള. HUD മാധ്യമങ്ങളെ കാണുന്നു, അതിലേക്ക്. മറ്റൊരു വാർത്തയിലേക്ക്. പെരിയ നവോദയ സ്കൂളിലെ H1N1 സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. ആശങ്കയുടെ സാഹചര്യമില്ലെന്നും പക്ഷേ ജാഗ്രത വേണമെന്നും മന്ത്രി പറഞ്ഞു. കാസർഗോഡ് നവോദയ സ്കൂളിൽ
ഒരു H1N1 ബാധയുണ്ടായി. വളരെ പെട്ടെന്ന് തന്നെ അവിടെ ബന്ധപ്പെട്ടു. ആരോഗ്യവകുപ്പ് അധികൃതരെല്ലാം തന്നെ അവിടെ ഇടപെട്ടിട്ടുണ്ട്. ജില്ലാ കലക്ടർ ഇടപെട്ടിട്ടുണ്ട്. ഇപ്പോൾ സ്ഥിതി നിയന്ത്രണ വിധേയമായിട്ട് മാറിയിട്ടുണ്ട്. കുട്ടികളെ വളരെ പെട്ടെന്ന് തന്നെ ഐസൊലേറ്റ് ചെയ്ത് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള അവയർനെസ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓസൽട്ടാമീഗർ ടാബ്ലറ്റ് ആവശ്യത്തിന് ശേഖരിച്ച് എല്ലാവർക്കും വിതരണം ചെയ്യുകയും കഴിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായിട്ട് മാറിയിട്ടുണ്ട്. ബ്രഹ്മപുരം മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കൊച്ചി നഗരസഭയിലേക്ക് LDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കൊച്ചി നഗരസഭ ഭരണാധികാരികൾ രാജിവെച്ചൊഴിയണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച്. മുൻ കേന്ദ്രമന്ത്രി MJ അക്ബർ നൽകിയ മാനനഷ്ട കേസിൽ മാധ്യമപ്രവർത്തക പ്രിയ രമണിക്ക് ജാമ്യം. 10,000 രൂപയുടെ ബോണ്ടിലാണ് ജാമ്യം. കേസിൽ മാർച്ച് 8-ന് വാദം തുടരും. മീറ്റു ആരോപണം ഉന്നയിച്ചതിനെ തുടർന്നാണ് പ്രിയ രമണിക്കെതിരെ MJ അക്ബർ മാനനഷ്ട കേസ് നൽകിയത്. കേസിൽ സ്വന്തം നിലയിൽ വാദിക്കാൻ കോടതിയുടെ അനുമതി തേടി പ്രിയ രമണി അപേക്ഷ ഫയൽ ചെയ്തു. സ്വർണ്ണ വ്യാപാര മേഖലയിലെ നികുതി വെട്ടിപ്പിനെക്കുറിച്ച് പീപ്പിൾ TV നടത്തിയ അന്വേഷണത്തിൽ ഒരു പ്രമുഖ ജ്വല്ലറി കൂടി ഒളിക്യാമറയിൽ കുടുങ്ങി. തൃശൂർ ഇസ ഗോൾഡിലെ നികുതി വെട്ടിപ്പ് ദൃശ്യങ്ങൾ സഹിതം ഞങ്ങൾ പുറത്തുവിടുകയാണ്. GSTയും ബില്ലുമില്ല എന്നുള്ളതാണ് ഈ ചില്ലറ വിൽപ്പനശാലയുടെ പ്രത്യേകത. സ്വർണ്ണ വിൽപ്പനയ്ക്ക് നികുതിയും ബില്ലും വേണമെന്നറിയാത്ത മറ്റൊരു സ്ഥാപനത്തിലേക്ക് കൂടി ഞങ്ങളുടെ ഒളിക്യാമറ കണ്ണുകൾ നീളുകയാണ്. തൃശൂർ നഗരമധ്യത്തിലെ ഇസ ഗോൾഡ്. നികുതി വെട്ടിപ്പ് കണ്ടെത്താൻ ഇസ ഗോൾഡിൽ ഞങ്ങൾ നടത്തിയ ഒളിക്യാമറ ഓപ്പറേഷനിലേക്ക്. വലിയ തോതിൽ ചില്ലറ വിൽപ്പന നടക്കുന്ന ഒരു ജ്വല്ലറി. ഉപഭോക്താക്കളെ ഇത്രമാത്രം ആകർഷിക്കുന്ന എന്ത് ഘടകമാണുള്ളതെന്നാണ് ഞങ്ങൾ അന്വേഷിച്ചത്. ഇവിടെ നിന്നും വാങ്ങുന്ന ആഭരണങ്ങൾക്ക് നികുതിയില്ല എന്നതാണ് ആകർഷണീയത എന്ന് മനസ്സിലായി. ചുരുക്കത്തിൽ നികുതി വെട്ടിക്കുന്ന കള്ളക്കച്ചവടം. ഇത് ഉറപ്പാക്കാനായി ഞങ്ങൾ ഇവിടെ ഒരു അന്വേഷണം നടത്തി. വിവാഹ പാർട്ടി എന്ന പേരിൽ കടയിലെത്തി ഒരു നെക്ലേസും 2 വളകളും വാങ്ങി. ആഭരണത്തിന്റെ വില 60.61 ഗ്രാമിന് പണിക്കൂലി ഉൾപ്പെടെ 1,94,166 രൂപ. സംസാരത്തിൽ ഒരിടത്തും നികുതി കടന്നു വന്നതേയില്ല. ആഭരണം തെരഞ്ഞെടുത്തു കഴിഞ്ഞപ്പോൾ കൗണ്ടറിൽ പണമടയ്ക്കാൻ നിർദ്ദേശിച്ച് വിലയും മറ്റു വിവരങ്ങളും രേഖപ്പെടുത്തിയ ഒരു പേപ്പർ ഞങ്ങൾക്ക് ലഭിച്ചു. അതിലും GST പരാമർശിച്ചിട്ടേയില്ല. ക്യാഷ് കൗണ്ടറിൽ പണമടച്ചപ്പോൾ പണം കൈപ്പറ്റിയതായി സീൽ പതിച്ച് പേപ്പർ തിരികെ നൽകി. പിന്നീട് മറ്റൊരു കൗണ്ടറിൽ നിന്നും സ്വർണ്ണാഭരണങ്ങളും ലഭിച്ചു. ഈ കച്ചവടത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കായി 6,000-ഓളം രൂപ ചരക്കു സേവന നികുതി ലഭിക്കേണ്ടതായിരുന്നു. ബില്ലില്ലാത്ത കച്ചവടമായതിനാൽ നികുതിയുമില്ല. ബില്ലിന് പകരമായി നൽകിയതാകട്ടെ എസ്റ്റിമേറ്റ് എന്ന പേപ്പറും. ഈ പേപ്പറിന്മേൽ നടക്കുന്ന നികുതിയില്ലാ കച്ചവടമാണ് ഇവിടുത്തെ ആകർഷണീയത. ബില്ലില്ലാതെ വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഒരു ഗ്യാരണ്ടിയുമില്ല എന്നത് ഉപഭോക്താക്കളാണ് മനസ്സിലാക്കേണ്ടത്. എന്ത് നിയമവ്യവസ്ഥ അനുസരിച്ചാണ് ബില്ലില്ലാതെ എസ്റ്റിമേറ്റിന്മേൽ മാത്രം പണം കൈപ്പറ്റിയെന്നറിയില്ല. കള്ളക്കച്ചവടത്തിന് എന്ത് നിയമവ്യവസ്ഥ? തൃശ്ശൂരിൽ നിന്നും സാലി മുഹമ്മദ്.